എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ വിഷസ് ടു ഓൾ മൈ ഡിയേഴ്സ്. അല്ലെ, ഇന്നലെ നമ്മള് ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ശേഷം കോമൺ ആയിട്ടുള്ള ക്ലാസ് ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ 2025 എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടാവും 2025 എങ്ങനെ വേണമെന്ന്. അത് പ്രകാരം പല പല കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെ. ഉണ്ടാവണം. ഇല്ലാത്തവരോടുണ്ടെങ്കിൽ ഇപ്പൊ പെന്നും പേപ്പറും എടുത്തോളുക, കുറിച്ച് വെക്കുക. വെറുതെ ആണോ ഇവിടെ വന്നിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ മാറാനല്ലേ, നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലെ. ഓരോ ദിവസവും രാവിലെ എഴുന്നേക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്, എന്ത് ചിന്തിച്ചുകൊണ്ടാണ്? ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു ചിന്തയിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും എഴുന്നേക്കുന്നത്. എന്തിനാണ് ഞാൻ എഴുന്നേക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലത്തിൽ നിന്ന് മാറി ഇന്ന കാര്യത്തിനാണ് ഞാൻ ഇന്ന് എഴുന്നേക്കുന്നത്, എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ള ഒരു തോട്ട്സിലേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പൊ അതിന്റെ കുറെ മാറ്റങ്ങൾ കുറെ പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചവർക്ക്, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടി ആക്ഷൻ എടുത്തവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അവർക്കത് മാറിയിട്ടുണ്ട്. മറ്റുള്ളവർ ഇപ്പോഴും പരാതിയും പരിവട്ടമായി തന്നെ നിൽക്കുന്നു. അവരോടുള്ള റിക്വസ്റ്റ് ആണ്, വളരെ ലളിതമാണ് ഈ പരിപാടി. ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ചിന്തകളെ മാറ്റിയാൽ മാത്രം മതി. അതിലെല്ലാം ഒരു കാര്യം ചേർത്ത് കൊടുത്താൽ മതി. എവിടെയാണ് കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് പോലെ ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്നത് പോലെ. അത് മറക്കാറില്ലല്ലോ അല്ലെ. അതെല്ലാവരും ചേർക്കും അല്ലേ. കറി ഉണ്ടാക്കിയാൽ അപ്പം എവിടെ നിന്നായാലും ഉപ്പ് കൊണ്ടിടും. ചായ ഉണ്ടാക്കുമ്പോൾ എന്തായാലും പഞ്ചസാര ഇടും. അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒറ്റ ഒരു ഗുളിക എടുത്ത് കഴിക്കുക. ആ ഗുളികയുടെ പേരാണ്, ടൈപ്പ് ചെയ്തോ, രാവിലെ തന്നെ നിങ്ങൾ എപ്പോഴും കഴിക്കേണ്ട ഗുളികയുടെ പേര് ടൈപ്പ് ചെയ്തോളൂ. യെസ്, അത് ഞാൻ വരുമ്പോഴേ ഇവിടെ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, റെഡിയാണ്. സാറിന്റെ ക്ലാസ്സിലേക്ക് കയറുമ്പോഴേ ഗുളിക എടുത്ത് കഴിച്ചിട്ടാ വരുന്നത്. പക്ഷെ ഇപ്പൊ വീണ്ടും ഒന്ന് കഴിച്ചോളൂ, ഒന്ന് കുറച്ചും കൂടി ഇരിക്കട്ടെ. ഓവർ ഷുഗർ ഉള്ളവർ കഴിക്കരുത്, ഷുഗർ കുറച്ചുള്ളവർ. കാരണം ഓവർ ഷുഗർ ആയി കഴിഞ്ഞാൽ അത് ഷൂട്ടായി പോകും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കഴിച്ചാൽ മതി അല്ലെ. ഈ സാധനം രാവിലെ എഴുന്നേക്കും പറയണം. എന്താണ്? നമ്മൾ പറയല്ലേ രാമരാമ അല്ലെങ്കിൽ ഹരിവും ഹരിവും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ വിളിച്ച് എഴുന്നേക്കുന്നവരുണ്ടല്ലോ. അതൊക്കെ ഇരിക്കട്ടെ. ആദ്യം ഞാൻ ഈ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് പിന്നെ കൃഷ്ണനെ വിളിക്കുക, അല്ലെങ്കിൽ രാമനെ വിളിക്കുക, അല്ലെങ്കിൽ ആരാണ് എന്റെ ഭഗവാനെ എന്ന് വിളിക്കുക, ഒക്കെ വിളിച്ചോളൂ. ഇതൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ റബ്ബിനെ വിളിക്കുക, എങ്ങനെ വേണം, അള്ളാഹുവിനെ വിളിക്കുന്നവർ എങ്ങനെ ആയാലും ആദ്യം ഞാൻ സന്തോഷവാനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരൊറ്റ വിശ്വാസത്തിൽ, അതിന് വിളിക്കുന്ന പേരാണ് ശുഭാപ്തി വിശ്വാസം. എന്നിട്ട് ശുഭചിന്തയുമായി ഓരോ ദിവസം എഴുന്നേൽക്കുക. അന്നേരം അടിപൊളിയായിരിക്കും അല്ലെ. എല്ലാവർക്കും അറിയാലോ. ഇത് അനുഭവിച്ചവരൊക്കെ പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇത്രയും കാലങ്ങളായി ചെയ്തുകൊണ്ട് അനുഭവിച്ചിട്ട് നിങ്ങൾ പേര് എഴുതിക്കോളൂ. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്, എനിക്കിത് മാറ്റമുണ്ട്. എന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് അതാണ്. ഞാൻ ഫസ്റ്റ് എഴുന്നേൽക്കുമ്പോൾ 3:40 അലാറം അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ 2:30 മണിക്ക് എഴുന്നേറ്റു. ചില സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ ഓൾറെഡി പറയാം, ഇന്ന് ഞാൻ സന്തോഷവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇന്നെല്ലാം സന്തോഷവാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പേരുകൾ വളരെ കുറച്ചാണല്ലോ പേര് വരുന്നത്. ഇത് കിട്ടിയ ടാബ്ലറ്റ്സ് കിട്ടിയവർ വളരെ കുറച്ചാണല്ലേ. അപ്പൊ ബാക്കിയുള്ളവരിൽ നാളെ മുതൽ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം. നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് വളരെ അടിപൊളിയായിട്ടുള്ള സെഷനാണ് ഇന്ന് നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ. ഇന്ന് ആർക്കെങ്കിലും ഗുഡ് ന്യൂസുകൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ, ഹാൻഡ് റൈസ് ചെയ്തോളൂ. 2-3 ദിവസമായില്ലേ, നമുക്ക് ലോട്ടറി അടിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്ത്. ആർക്കെ ഗുഡ് ന്യൂസ് പറയാനുള്ളത്? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചോദിക്കാം. ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുള്ളവർ മാത്രം ആദ്യം വരിക. ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ സാറിനോട് ഡൗട്ട് ചോദിക്കാണ്ട് ലാസ്റ്റ് സെഷൻ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ പെട്ടെന്ന്. സാർ, ഇന്ന് എനിക്കൊരു 100 രൂപ ലോട്ടറി അടിച്ചു. 100 രൂപ? നന്ദി, അതെനിക്ക് ഹാപ്പിയാ. അത് എമൗണ്ട് അല്ലല്ലോ വിഷയം, അതിനകത്ത് നമ്മൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. താങ്ക് യു. ഇനി വേറെ ആർക്കാർ പറയാനുള്ളത് എന്തെങ്കിലും ന്യൂസ്? ന്യൂ ഇയർ ആയിട്ട് വല്ല റെസൊല്യൂഷൻ നടത്തിയവര്? റൂബി ഒരു കാര്യം പറഞ്ഞു ഇന്ന് ഗ്രൂപ്പിൽ. റൂബി ഉണ്ടോ ഇവിടെ? റൂബി നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. പറഞ്ഞോളൂ സ്നേഹ സിബി. പറ. എനിക്ക്
പുതിയതായിട്ട് 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഒരു ചിട്ടി തുടങ്ങിയാലോ എന്നൊരു ഇതുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇന്നലെ തൊട്ട് ചിട്ടി സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ തൊട്ട് എനിക്ക് ക്യാഷ് വന്നു തുടങ്ങി. ആൾക്കാരെല്ലാം ഇന്നലെ തന്നെ എനിക്ക് പേയ്മെന്റ് ചെയ്തു. പുതിയ ചിട്ടി തുടങ്ങിയോ? മനസ്സിൽ തോന്നി ഒരു ചിട്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പൊ മാർച്ച് ആവുമ്പോഴത്തേന് ഞാൻ വിചാരിച്ച് ക്യാഷ് അന്നേരം ആവണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചത്. എന്റെ മനസ്സിൽ ചിട്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് 2 ദിവസം ഇങ്ങനെ തോന്നി. ഞാൻ ഇന്നലെ അന്നേരം തന്നെ തീരുമാനം എടുത്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് 11 ആള് ജോയിൻ ചെയ്തു. എല്ലാരും പേയ്മെന്റ് ചെയ്തു. കുറച്ച് ആൾക്കാർ പേയ്മെന്റ് ചെയ്തു. സാലറി കിട്ടുന്നതനുസരിച്ച് അവർ പേയ്മെന്റ് ചെയ്തു. വെരി ഗുഡ്. നന്നായി കൊണ്ടുപോകട്ടെ. നന്നായി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണേ. ചിട്ടി നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിൽ നല്ല എല്ലാവിധ ഭാവുകളും നേരുന്നു. നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. വളരെ ശ്രദ്ധിക്കണം ചിട്ടി കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ. ഹലോ സാർ. യെസ്, ഓമന പറഞ്ഞോളൂ. യാ, ഓമന ഫെർണാണ്ടസ് ഫ്രം മുംബൈ. ഓമന ഫെർണാണ്ടസ് ഫ്രം മുംബൈ. What happened? ഹലോ. Yes, ma'am. ഹലോ സാർ. Yes, bolo, 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 आप bolo. 10 ദിവസം മലയാളത്തിൽ തന്നെ പറയാം. മലയാളത്തിൽ തന്നെ പറയാം. പറഞ്ഞോളൂ. റേഞ്ചിന്റെ ഇഷ്യൂ ആണോ നിങ്ങൾക്ക് അവിടെ? ഹലോ. ആ, പറയൂ. എന്റെ പേര് ഓമന. ആ, ഞാൻ ആദ്യമായിട്ട് സാറേ ക്ലാസ്സിലേക്ക് സാറിനെ കണ്ട് നേരിട്ടുള്ള ക്ലാസ്സിൽ വരുന്നത്. ഞാൻ 10 ദിവസത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഓ, ശരി. ഇന്നിപ്പോ ഈ ക്ലാസ്സിൽ ചേർന്ന് കൊറേ ഫോണിന്റെ കാരണം ഞാൻ കാണാറും യൂട്യൂബ് കണ്ട് എല്ലാതും സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് കണ്ടതിൽ ഭയങ്കര സന്തോഷം. എന്റെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ജയമോൾ ബാബു എന്തെങ്കിലും പറയാനാണോ? പറയാം. അന്ന് രാവിലെ മെഡിറ്റേഷൻ താമസിച്ചാണ് ഞാൻ കയറിയത്. അവസാനം നമ്മള് പെർമിഷൻ എഴുതിയപ്പം സാറ് പറഞ്ഞില്ലേ ജീവിതത്തിലെ സമ്പത്തും സമൃദ്ധിയും ഉള്ളത്. അത് പറഞ്ഞോണ്ട് ഞാൻ ചെയ്തു. എനിക്ക് ഒരു 30 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു. എനിക്ക് വൈകിട്ടായപ്പോഴത്തേനും 30,000 രൂപ കിട്ടി. കിട്ടി. ആ, കിട്ടി. എല്ലാ ദിവസവും എനിക്ക് സാറിനോട് പറയാൻ കാര്യങ്ങൾ ഓരോ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ പ്രജീഷ പറഞ്ഞിരിക്കുന്നു 4 മാസമായി കിട്ടാത്ത സാലറി, ഹസ്ബൻഡിന് സാലറി 3 മാസത്തെ സാലറി ഒരുമിച്ച് കിട്ടി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ രാവിലെ ആരും എന്തോ പറഞ്ഞു. ഓക്കെ, ശരി. ബാക്കി നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഞാൻ രാവിലെ ഞാനൊരു കാര്യം ഇപ്പോ ജയമോൾ പറഞ്ഞതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണേ. ഇപ്പൊ തന്നെ പറഞ്ഞു പോയില്ലേ, നാളെ ഞാൻ മറന്നു ചിലപ്പോ. രാവിലെ മെഡിറ്റേഷനിൽ വന്നവരോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. രാവിലെ കുറച്ചു നേരം മെഡിറ്റേഷൻ ലിങ്കിൽ എന്തോ ഒരു പാകപ്പിഴ വന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് സമയം അതിന്റെ നമ്പർ, പാസ്വേഡ് എന്താ നമ്പർ ചോദിച്ചു കൺഫ്യൂഷനായി. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 3-4 മാസമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ കൂടെ ഇരുന്നിട്ട്. ആ നമ്പർ കൈ കിട്ടാതിരിക്കുമ്പോൾ അവർ ഉപയോഗിച്ച മെത്തേഡ് എന്താണെന്ന് നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇത്രയും ദിവസം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് എടുത്ത ആക്ഷനെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. മനസ്സ് ശാന്തമാക്കാനായിട്ടാണ് മെഡിറ്റേഷൻ ചെയ്തത്. ലിങ്ക് കൈ കിട്ടാതിരിക്കുമ്പോൾ, സമയം വൈകുമ്പോൾ നിങ്ങൾക്കുണ്ടായ വെപ്രാളം ഉണ്ടല്ലോ, ആ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എടുത്ത കോളുകളുടെ എഫേർട്ട് ഉണ്ടല്ലോ, ഇത് ഒഴിവാക്കാനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. മറന്നുപോയി നിങ്ങൾ ആ നിമിഷം. അല്ല, എല്ലാവരും ഇതൊരു ടെസ്റ്റ് ഡോസ് ചില സമയത്ത് നടക്കും ജീവിതത്തിൽ. അതിൽ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നറിയലാണ് ഏറ്റവും വലിയ സംഭവം. അത് വളരെ ശ്രദ്ധിക്കണമായിരുന്നു. പലരും അത് ശ്രദ്ധിച്ചില്ല.
അവരോടുള്ള റിക്വസ്റ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തെ മാറ്റും. ഇന്നത്തെ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള ടെസ്റ്റ് ഡോസുകൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നാണ് യൂണിവേഴ്സിന് അറിയേണ്ടത്. അതറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് സംഭവിക്കുകയുള്ളൂ. ഞാൻ ഇന്ന് വളരെ വിശദമായി തന്നെ ആദി, ആരും കേട്ടിട്ടുണ്ടാവും? ആദി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആദിയെ പറ്റി ആരും കേട്ടിട്ടുണ്ട്? ഞാൻ അതിൽ കഥയിലേക്ക് പോകുന്നില്ല. ആദിയും ദേവിയും തമ്മിലൊരു ബന്ധമുണ്ട്. ആദി എന്ന് പറഞ്ഞാൽ ശിവഭഗവാനെയാണ് ഏറ്റവും ആദി എന്ന് പറഞ്ഞത്. ശിവൻ എപ്പോഴും എല്ലാത്തിടത്തുമുള്ള, ആദിയും ദേവിയും തമ്മിൽ വളരെ വലിയൊരു ബന്ധമാണ്. അങ്ങനെ ഒരു കഥ ഇന്ന് കുറെ നേരം ഞാൻ ഇങ്ങനെ കുറെ മണിക്കൂർ ഇരുന്ന് കേട്ട്, അതിൽ അവരെ തന്നെ പ്രപഞ്ചം ടെസ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അതുപോലെ പലപ്പോഴും നമ്മൾ ഉയരാനാണ്, അതായത് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ ഉയർത്തി ആത്മീയ പാതയിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കുറെ ടെസ്റ്റ് പോയിന്റുകൾ ഉണ്ടാവും. ചെക്ക് പോസ്റ്റുകൾ എന്ന് പറയില്ലേ, ആ ടെസ്റ്റ് പോയിന്റുകൾ പാസ്സാവാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. 90% ആൾക്കാരും ആ ടെസ്റ്റ് പോയിന്റിൽ വീണു പോകും, അതിനപ്പുറത്തേക്ക് പോവില്ല. അത് എൻലൈറ്റ്മെന്റ് എന്ന പാതയിലേക്ക് പോകണമെങ്കിൽ ടെസ്റ്റ് പോയിന്റ് വളരെ നിർബന്ധമാണ്. അത് ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന്. ഇന്ന് അതിനനുസരിച്ചാണ് ഇന്ന് നമ്മളൊരു ക്ലാസ് പറയുന്നത്. ലോകോത്തരമായ പരിശീലനം എന്തിലാണ്? മനസ്സ് സ്വസ്ഥമാക്കുന്നതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് എന്ത് വിജയം നേടണമെങ്കിലോ, എന്ത് ചെയ്യണമെങ്കിലോ, എന്ത് ആസ്വദിക്കണമെങ്കിലോ, എന്തെങ്കിലും ഒന്ന് നേടിയതായി നമുക്ക് അറിയണമെങ്കിലോ നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് സ്വസ്ഥതയാണ്, സമാധാനമാണ്, സംതൃപ്തിയാണ്. ഇത് സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും ഏട്ടനിയന്മാരാണ്. ഇവര് 3 പേരും ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഒന്നും നേടില്ല. പക്ഷെ ഇത് 3ഉം ഒരേ അമ്മയുടെ മക്കളാണ്. ആ അമ്മയുടെ പേരാണ് മനസ്സ്. അറിയാമല്ലോ. ഇവര് 3 പേരും ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കൂല. ഇത് ഉണ്ടാക്കിയെടുക്കലാണ് പ്രധാനമായ കാര്യം എന്ന് മനസ്സിലാക്കുക. പണം വേണോ? പണം വേണോ എന്നതിനപ്പുറത്തേക്ക് സമ്പത്ത് അനുഭവിക്കണമോ, സമാധാനം അനുഭവിക്കണമോ, പ്രശസ്തി അനുഭവിക്കണമോ, അധികാരം അനുഭവിക്കണമോ? ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അനുഭവിക്കുമ്പോൾ മാത്രമേ അർത്ഥമുള്ളൂ അല്ലെ? ഇത് അനുഭവിക്കണമെന്ന് നമുക്ക് എന്ത് വേണം? ഒന്ന് ടൈപ്പ് ചെയ്ത്. സമ്പത്ത്, അധികാരം, പ്രശസ്തി, മറ്റെന്താണ്? ഇതൊക്കെ സന്തോഷം. ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ എല്ലാവരും നോക്കട്ടെ. എല്ലാവർക്കും അറിയോ നോക്കട്ടെ. എത്ര പേർക്ക് അത് കൃത്യമായിട്ട് അറിയാം? എനർജി, ക്ഷമ, യെസ്, ഇതെല്ലാം ഉണ്ട്. ആ ക്ഷമയുടെ മറ്റൊരു രൂപമാണ്. മനസ്സിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇതെല്ലാം മനസ്സിലുണ്ടാവുന്നത്. ഒരു പേര് പറയും. മനസ്സെന്താവണം? മനസ്സെന്താവണം ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ? അതാണ് ചോദ്യം. മനസ്സെന്താവണം? മനസ്സെന്തായാൽ മാത്രമേ ഇതെല്ലാം അനുഭവിക്കാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ പോയിന്റാണ് നിങ്ങൾ എല്ലാവരും. യെസ്, ശാന്തമാവണം, സ്വസ്ഥമാവണം. മനസ്സെപ്പോഴാണോ ശാന്തമാവുകയോ സ്വസ്ഥമാവുകയോ ചെയ്യുക എങ്കിൽ അപ്പോൾ മാത്രമേ ഇതെല്ലാം അനുഭവിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷെ ഓട്ടിപ്പിടിച്ച് വിറച്ച് നടക്കുന്ന മനസ്സാണെങ്കിൽ കോടികളെ പറ്റി നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റുമോ? സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം വരുന്ന കാര്യം നിങ്ങൾക്ക് നേടി, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചു. സന്തോഷമുണ്ടാവുന്ന കാര്യം, നിങ്ങളുടെ മകന് ഒരു ജോലി കിട്ടി, മക്കൾക്ക് ശമ്പളം കിട്ടിയാലേ അതൊക്കെയല്ലേ അച്ഛനും അമ്മമാരെ ഏറ്റവും സന്തോഷം വരുന്ന കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ഒരു കാര്യം നേടി, നമ്മൾ ആഗ്രഹിച്ച വീടുണ്ടാക്കി, ആഗ്രഹിച്ച കാറ് വാങ്ങിച്ചു, ആഗ്രഹിച്ച ജോലി ലഭിച്ചു, ഒക്കെ ലഭിച്ചു. പക്ഷേ സമാധാനം, സ്വസ്ഥത എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? യെസ്, സ്വസ്ഥത ഇല്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ഇതൊന്ന് തിരിച്ചറിയണം. ഇത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം എന്താണെന്നറിയോ? അതിനെപ്പറ്റി നമ്മൾ അത്ര ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിലൊക്കെ വന്നവരും ഇരുന്ന് പറയുന്നത് കേൾക്കാൻ എന്താ സാറേ ഇങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ് എന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാൽ ഇന്നൊരാൾ പറഞ്ഞാണ്, റോബി എന്ന് പറഞ്ഞ എപ്പോഴും പ്രശ്നങ്ങളെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാം എന്ന് പറഞ്ഞു, എന്നെ എപ്പോഴും
ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൾക്കാരെടുത്ത് ഞാൻ ഇന്ന് പോയിരുന്ന് കുറച്ച് ദിവസമായിട്ടില്ല, 10-15 ദിവസമേ ആ ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ. പറഞ്ഞു പോയിന്നപ്പോ അവരെ കൂടെ നിന്നിട്ട് ഒരു കുലുക്കും ഇല്ലാതെ അവരോടൊക്കെ സംസാരിച്ചിട്ട് അവിടുന്ന് വരാൻ പറ്റി. ശത്രുവിനെ പോലെ കരുതിയ, അല്ലെങ്കിൽ കണ്ടാൽ തെറിക്കുന്ന, അല്ലെ ജയമോൾ ബാബു ഇതേ ഒരു അനുഭവം കൂടെ പറഞ്ഞു മുമ്പ് ദിവസം. ഞാൻ തെറിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിന്നപ്പോ അവരൊക്കെ സ്വാഗതം കണ്ണാ എന്ന് പറഞ്ഞ് പാട്ടും പാടി സ്വീകരിക്കുന്ന അവസ്ഥ സംജാതമാവുന്നത് എങ്ങനെയാണ്, എവിടെയാണ്? അവരോട് ഞാൻ ഇവിടുന്ന് ദിനേശ് സാർ കത്തയച്ചു, ഇന്ന ആള് ഞങ്ങളുടെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മേലിൽ, അല്ലെ, നിങ്ങൾ നിഷ്കർഷ അയച്ചിട്ടുണ്ടോ? ഇനി മേലിൽ അവരോട് യാതൊരു തരത്തിൽ പ്രവർത്തനവും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം അയച്ചിട്ടൊന്നും അല്ല, അല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ ചേർന്ന് അവർ അറിഞ്ഞിട്ടുമില്ല. പക്ഷെ അവര് പെരുമാറിയത് എല്ലാം വ്യത്യസ്തമാകുന്നത് എപ്പോഴെങ്ങനെയാണ്? നമ്മുടെ മനസ്സ് എപ്പോഴാണോ സ്വസ്ഥമാകുന്നത് അപ്പോൾ മാത്രമേ അതിൽ സാധ്യത ഉണ്ടാവുകയുള്ളൂ, സംഭവിക്കുകയുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഇത് പറയാനുള്ള പ്രധാന കാരണം നമ്മൾ കാശിന്റെ പിറകെ പോകുന്നുണ്ട്, നമ്മൾ പണത്തിന്റെ, അതായത് മറ്റ് പ്രശസ്തിയുടെ പിറകെ പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് നമ്മുടെ 10 days മിറാക്കിൾസ്, അതിന്റെ ജേർണി ടു ഹാപ്പിനെസിന്റെ മിനി കോഴ്സായ 10 days മിറാക്കിൾ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് സെഷൻ, 10 daysന്റെ ലാസ്റ്റ് സെഷൻ, ഒരു സ്പെഷ്യൽ സെഷൻ തന്നിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോന്നറിയില്ല. എത്ര പേര് ആ ക്ലാസ്സിലുണ്ടോ എന്ന് വെച്ചാൽ, അതിൽ ഇതേ സംഭവം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു രൂപത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ആത്മബലം എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ഞാൻ നിങ്ങൾക്കൊരു 7 മിനിറ്റോളം നിൽക്കുന്നൊരു ഓഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിലൂടെ, ആത്മബലം സംജാതമാക്കുന്നതിലൂടെ, നേടുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പറ്റുമെന്നറിയാം. എന്തിനാണ്, വീണ്ടും ഞാൻ പറയാം, എന്തിനാണ് ഇത് ഞാൻ പറയുന്നത്? മനുഷ്യന്റെ മനസ്സ് ഏറ്റവും ശക്തമായ ആയുധമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യനുള്ള ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചതിനേക്കാളും, അല്ലെങ്കിൽ കണ്ടുപിടിച്ച ഏതൊരു ആയുധത്തിന്റേക്കും 10 മടങ്ങ് ശക്തിയുള്ള സംഭവമാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. അതിനെ ആരും ചെറുതായി കാണരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ്. പണത്തിന്റെ പിറകെ പോകുന്നുണ്ടോ? പണമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പണമല്ല പ്രശ്നം, നിങ്ങളുടെ മനസ്സിന്റെയാണ് പ്രശ്നം. അധികാരമില്ലാത്തതാണോ വിഷയം? അതും വിഷയം നിങ്ങളുടെ മനസ്സിന്റെയാണ്. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്നതാണോ നിങ്ങളുടെ വിഷയം? അതും നിങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും ഒഴിവാക്കുന്നു എന്നാണ് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എപ്പോഴും നിരാശയും കുറ്റബോധവും സങ്കടവും ദുഃഖവും ഒക്കെയാണ് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ വേറൊന്നും ആലോചിക്കേണ്ട. ഈ ഒറ്റ സാധനത്തെ മാറ്റിയാൽ മതി, ഇതെല്ലാം മാറി വരും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദ്യം ചോദിക്കും, സാറേ മനസ്സ് മാറിയാൽ എങ്ങനെ പൈസ വരിക? അങ്ങനെയേ വരുള്ളൂ കേട്ടോ. വളരെ ലളിതമായ മറുപടി അറിയാം, അങ്ങനെ മാത്രമേ വരുള്ളൂ. പൈസ അല്ലെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് അത് അറിയുക പോലും ഉണ്ടാവില്ല. അല്ലെ, സമ്പത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലർട്ട് ചെയ്യുന്നത്. പിന്നെ ആരോഗ്യം, കൈകാലിൽ വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, മറ്റു വേദനിക്കുന്നു. അവിടെ എന്താ, ഇന്നൊരാള് ഒരു മെസ്സേജ് അയച്ചു എന്നോട്, നമ്മൾ മെഡിറ്റേഷനിൽ വരുന്ന ആള്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണെന്ന് ഇവിടെ തോന്നുന്നു, വീണ്ടും മെസ്സേജ് അയച്ചു പറഞ്ഞു, സാറേ കഴിഞ്ഞ 15 ദിവസമായി ഞാൻ ഒരു ദിവസം പോലും ഇൻഹെയിലർ ഉപയോഗിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. സ്ഥിരം ഡെയിലി ഇൻഹെയിലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആള്, അല്ലെ, അത് ആസ്മയുള്ളവർക്ക് ഇൻഹെയിലർ ഉപയോഗിക്കണം. 15 ദിവസമായിട്ട് എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, ജീവിതത്തെ ഇനി ഒരിക്കലും അത് ഉപയോഗിക്കാതെ തന്നെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അവരോട്. ഇത് സംഭവിക്കുന്ന എവിടെയാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? മനസ്സിനെ സ്വസ്ഥമാക്കിയത് മാത്രമാണ് മെഡിറ്റേഷനോട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം മാറിപ്പോകും. കാരണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ, കാലുവേദനയുള്ള ആളുടെ കഥ പറഞ്ഞിട്ടുണ്ട്, ഉപ്പൂറ്റി വേദനയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാറിപ്പോയി. എന്താ സംഭവിച്ചത്? ഇതെല്ലാം സാധ്യമാണ്. ഞാൻ നിങ്ങളോട് എന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അലർജിയിൽ നിൽക്കുന്ന ഒരാളെ എന്റെ അവസ്ഥയോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ, അലർജി ഒരിക്കലും അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല. യെസ്, ഇതൊക്കെ മനസ്സിൽ നിന്നുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ മനസ്സിലാക്കുക എന്നത് പ്രധാന പ്രക്രിയയാണ്. മനസ്സിനെ പാകപ്പെടുത്തുകയാണ് നമ്മൾ എപ്പോഴും വേണ്ടത്, വിജയത്തിന് വേണ്ടത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ. ഞാൻ ഇന്ന് ബിസിനസ്സുകാർക്ക് വേണ്ടി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു. പലരും തിരക്കായതുകൊണ്ടാന്ന് തോന്നുന്നു 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 2 നിങ്ങൾ ആരും മറുപടി പറഞ്ഞ് കണ്ടിട്ടില്ല. ഇനിയിപ്പോ പതുക്കെ ചെയ്യുമായിരിക്കും, അത് ചെയ്യണം കേട്ടോ. അത് മനസ്സിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇന്നത്തെ ഇതേ കാര്യം തന്നെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് മനസ്സിന്റെ സ്വഭാവവും പ്രവർത്തനവും ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ മനസ്സ്, എവിടെയാണ് പ്രവർത്തിക്കുന്നത്, ലളിതമായി ഒന്ന് മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞു പോകാം. ഇന്നത്തെ ക്ലാസ് യൂട്യൂബിൽ ഇന്ന് ഞാൻ കണ്ടു, റിക്വസ്റ്റ് ഉണ്ട് ആൾക്കാരുടെ, സാറേ ക്ലാസ് നിർത്തരുത്, ഞങ്ങളുടെയൊക്കെ എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആണിത്. അതുകൊണ്ട് യൂട്യൂബുകാരോട് പറയാനുള്ളത്,
ഈ ക്ലാസ് നിർത്തില്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ഇവിടെ ഫ്രീ സെഷൻസ് ഇല്ലെങ്കിൽ ഞാൻ പെയ്ഡ് സെഷന്റെ ക്ലാസ് അടക്കം നിങ്ങൾക്ക് ഇട്ട് തരും. കാരണം നിങ്ങൾ ആണ് അതിൽ നിങ്ങളുടെ ആവശ്യമാണെന്ന് അറിയാം. പല സെഷൻ ചിലപ്പോൾ സമയപരിമിതി കൊണ്ട് ഫ്രീ സെഷൻസ് ഒക്കെ നമുക്ക് കുറവായിരിക്കും. എന്നാലും ഇന്നലത്തെ പെയ്ഡ് സെഷന്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് അറിയുക. അത് കഴിഞ്ഞപ്പോൾ ആള് ചോദിച്ചു എന്നോട്, സാറേ പെയ്ഡ് സെഷൻ ക്ലാസ് യൂട്യൂബിലേക്ക് ഇട്ടാൽ പിന്നെ ആരും കാശ് തന്നു വരുമെന്ന്. ആഗ്രഹമുള്ളത് വരുമെന്ന്. കാരണം ഇവിടെ ഉള്ളത് എല്ലാം പെയ്ഡ് സെഷനിൽ എല്ലാം യൂട്യൂബിൽ പോവില്ല. ചെറിയൊരു അല്ലെ വലിയ ആ പ്രധാനപ്പെട്ട ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ എടുത്തു വെക്കും. അത് ഞാൻ അല്ലെ നമുക്ക് ജീവിക്കണ്ടേ? ഡോക്ടർമാരെല്ലാം പറഞ്ഞു കൊടുത്ത് നടക്കോ? ഓപ്പറേഷൻ വേണ്ടത് ഓപ്പറേഷൻ വേണ്ടതാണ് അല്ലെ? അപ്പോ മനസ്സിന്റെ സ്വഭാവവും പ്രവർത്തനവും ഒന്ന് മനസ്സിലാക്കാം. എല്ലാവരും എഴുതി വെച്ചോളൂ വേണമെങ്കിൽ. മനസ്സിന്റെ സ്വഭാവവും പ്രവർത്തനം. നമുക്ക് മനസ്സിന് പൊതുവെ 2 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുക. എല്ലാവരുടെ മനസ്സിനും മൂന്നെണ്ണം ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് 2 മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ജേർണി ടു ഹാപ്പിനെസ്സിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. 2 മനസ്സ്. ഒന്ന് ചൈതന്യ മനസ്സ് അല്ലെങ്കിൽ ബോധ മനസ്സ്, അല്ലെങ്കിൽ അചൈതന്യ മനസ്സ്, അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എന്ന് പറയുന്ന 2 ഘടകങ്ങളാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ചൈതന്യ മനസ്സിന്റെ പ്രത്യേകതയാണ്, ബോധ മനസ്സിന്റെ പ്രത്യേകതയാണ്. അതേ സമയത്ത് ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അടുക്കളയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ പല കാൽക്കുലേഷൻ നടത്തുന്നുണ്ട്, നിങ്ങൾ ലോകത്ത് പല ഭാഗങ്ങളിൽ പോകുന്നുണ്ട്, പഴയ കാലത്ത് നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൺമുമ്പിൽ കാണുന്നുണ്ട്. നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഒക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. മറ്റൊരു കാര്യം നടക്കുന്നുണ്ടല്ലോ, അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അതായത് അനുഭവങ്ങൾ സംഭ്രമിക്കുകയും അവയെ ആകൃതിയാക്കുകയും ചെയ്യുന്ന ഭാഗത്തിനെയാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ കാര്യത്തെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കുറെ ഉദാഹരണം പറയേണ്ടത്. 2 കാര്യം സിമ്പിൾ ആയിട്ട് വെച്ചാൽ 2 കാര്യം ആണ് നമുക്ക് ചൈതന്യ മനസ്സിലുള്ളത്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളാൽ കേൾക്കുന്നത്, സ്വീകരിക്കുന്നതൊക്കെ ഇങ്ങനെ പ്രോസസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഭാഗത്തിനെയാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തിനാണ് ഞാനത് പറയുന്നത് വെച്ചാൽ ഈ ഭാഗത്തെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൂടെ നമ്മൾ നൽകുന്നത് എന്താണോ അതിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നൽകിയ സാധനത്തെ, കണ്ണിൽ കണ്ടതിനെ പ്രോസസ് ചെയ്തിട്ട് അകത്തോട്ട് കയറി അതിൽ നിന്ന് വേണ്ടതിനെ മാത്രം വേർതിരിച്ചെടുത്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തിട്ട് പിന്നെ അതാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് മാത്രം കണ്ടാൽ വേണ്ടത് മാത്രം സ്റ്റോർ ചെയ്യപ്പെടില്ലേ? വേണ്ടത് മാത്രം നോക്കിയാൽ വേണ്ടത് മാത്രം സ്റ്റോർ ചെയ്യപ്പെടില്ലേ? നമുക്ക് വേണ്ടത് മാത്രം കേട്ടാൽ, വേണ്ടത് മാത്രം സ്പർശിച്ചാൽ, വേണ്ടത് മാത്രം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമല്ലേ നമ്മുടെ മെമ്മറിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്യപ്പെടുള്ളൂ. മനസ്സിലായോ ഈ സാധനം? അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് നമ്മൾ വേണ്ടതിൽ മാത്രം ശ്രദ്ധിക്കൂ. നിങ്ങൾ വേണ്ടതിന് മാത്രം ശ്രദ്ധിക്കൂ. ഇന്ന് എനിക്ക് 12 വാട്സപ്പ് മെസ്സേജുകൾ വന്നു. 12 പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഞെട്ടിപ്പോയി. സാർ എന്തിനാണ് ഇത്രയും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്? സാർ ഒരു ഗ്രൂപ്പ് വെച്ചാൽ പോരെ, എന്തിനാണ് സാർ ഇത്രയും ഗ്രൂപ്പ് എന്ന്? അപ്പൊ ഞാൻ അവർക്ക് 1-2 ആൾക്ക് മറുപടി കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടതിൽ ശ്രദ്ധിക്കൂ. ഞാൻ എത്ര ഗ്രൂപ്പ് നിങ്ങളുടെ നോക്കണം? നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ നിന്നാ മതിയോ? അവിടെ നിൽക്കൂ, മറ്റതൊക്കെ നടക്കട്ടെ എന്ന്. അത് മനുഷ്യന്റെ പ്രത്യേകത ഇതാണ്. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. അതേപോലെ ഒരു വീഡിയോ കണ്ടു, ഒരു ഹോസ്പിറ്റൽ ഡിസ്കഷനാണ്. ഒരു ഡോക്ടർ നല്ലൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കണ്ട കമന്റ് നോക്കിയപ്പോൾ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു, ഏതെങ്കിലും ഡോക്ടർ കക്കൂസിന് മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, ഒരു റൂമിൽ പോയി സംസാരിച്ചാൽ പോരെ. അയാൾ ശ്രദ്ധിച്ചത് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. കക്കൂസ് എഴുതിയ, അതായത് ടോയ്ലറ്റ് എഴുതിയ ഫോട്ടോ ആണ് അയാൾ ശ്രദ്ധിച്ചത്. അപ്പൊ ഓരോ ആളുടെ ശ്രദ്ധ പോകുന്നത് അവർക്ക് ആവശ്യം. ശരിക്കും അയാൾ വീഡിയോ കാണുന്നത് എന്തിനാണ്? ഈ മെസ്സേജ് കിട്ടാനാണ്. പക്ഷെ അയാൾ ശ്രദ്ധിക്കുന്നത് എങ്ങോട്ടാണ്? ഇത് നിങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക, അത് മാത്രം നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് വേണ്ടതല്ലേ സംഭവിക്കുകയുള്ളൂ നമ്മുടെ അടുത്ത്. മറ്റത് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല എന്ന് മനസ്സിലാക്കുക. വളരെ നമുക്ക് എന്താണോ വേണ്ടത് അത് ശ്രദ്ധിക്കണം. പിന്നെ 2ാമത്തെ കാര്യം പറയാം. ഇത് ഒന്ന് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ കാമാക്കി മാറ്റുക, സ്വസ്ഥമാക്കി മാറ്റുക എന്ന് ഒന്ന് മനസ്സിലാക്കണം. അതിന് പ്രധാനമായി നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രക്രിയക്കുള്ള പറയുന്ന പേരാണ് ടു നോ യുവർ മൈൻഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ അറിയുക.
എത്ര പേർക്ക് അറിയാം അവരവരുടെ മനസ്സ്? ഒന്ന് കമന്റ് ചെയ്ത്. ഐ നോ മൈ മൈൻഡ് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? എന്റെ മനസ്സിനെ എനിക്കറിയാം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത്. 1 2 ആളോ 10 100 എത്ര പേരുണ്ട്? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. അല്ലെങ്കിൽ ഐ നോ എന്ന് പറയുന്നത് നോ പറയൂ, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എന്നുള്ള ഐ ഡോണ്ട് നോ പറയും. നോക്കട്ടെ, കമന്റ് ബോക്സിൽ വരട്ടെ. ഐ നോ മൈ മൈൻഡ്. ഐ നോ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. അറിയാം, വെരി ഗുഡ്. അറിയാം, ഐ നോ മൈ മൈൻഡ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കറിയാം. വേണമെന്നും വേണ്ട എന്നും തീരുമാനിക്കണം. അല്ലെങ്കിൽ അറിയുന്നവർക്ക്, എല്ലാം മനസ്സ് നന്നായിട്ട് അറിയുന്നവർക്ക് പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയാം, കാം ചെയ്യാൻ അറിയാം, അവിടെ എന്തൊക്കെ നടക്കണം എന്നറിയാം, ഒക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, മനസ്സിനെ അറിയുന്നവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. മനസ്സിന് നന്നായി അറിയാമെന്നവരിൽ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ അറിയാമോ? ആർ യു നോ യുവർ സെൽഫ്? നിങ്ങൾക്ക് നിങ്ങളെ അറിയാമോ? അല്ലെ, മനസ്സാണ് നിങ്ങളല്ലേ, നമ്മളുടെ മനസ്സല്ലേ നമ്മൾ. യെസ്, നിങ്ങൾക്ക് നിങ്ങളെ അറിയാം. താങ്ക് യു വെരി മച്ച്. ഇതാണ് വളരെ വണ്ടർഫുൾ ആയത്. ക്ലാസ്സിൽ കുറെ കാലം നിന്നപ്പോ അല്ലെ, നമുക്ക് നമ്മളെ അറിയാം. നമുക്ക് എവിടെ വേണം, എവിടെ വേണ്ട, ഏത് ചെയ്യണം, ഏത് ചെയ്യണ്ട എന്നൊക്കെ വ്യക്തമായി അറിയാം. ഇതാണ് പ്രത്യേകത. ഇതാണ് അങ്ങനെ എപ്പോഴാണോ നമുക്കറിയാൻ തുടങ്ങുന്നത്, അപ്പോൾ ഇവർക്ക് ഇപ്പൊ എസ് പറഞ്ഞ ആൾക്കാരോട് എല്ലാവർക്കും അറിയാം. അങ്ങനെ അറിയുന്നവർക്ക് ഇപ്പോൾ പുറത്ത് ഒന്നും മോശമായി സംഭവിക്കുന്നില്ല എന്ന് പറയും. ഒരു ബാഡ് തിങ്സും അവർ ലൈഫിൽ സംഭവിക്കില്ല. കാരണം എന്താ? അതറിയാമല്ലോ നമുക്ക് ഓൾറെഡി. എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. ഈ പ്രക്രിയയാണ് മനസ്സിനെ പാകപ്പെടുത്തുന്ന പ്രക്രിയ. ഇതെങ്ങനെ സംഭവിച്ചു? നിരന്തരമായി ഇവിടെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. ഇവിടെ വന്ന് നിരന്തരമായി ഞാൻ പറയുന്നതൊക്കെ സശ്രദ്ധം ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നിങ്ങളെ പാകപ്പെടുത്തിയപ്പോൾ മാത്രമാണ് സംഭവിച്ചത് എന്നറിയുക. അപ്പോൾ മനസ്സിനെ പാകപ്പെടുത്തുന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹാർനസ് യുവർ പവർ ഓഫ് മൈൻഡ് ആൻഡ് സക്സസിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും ലളിതമായ പ്രക്രിയ, ലോകം കണ്ടുപിടിച്ചതിൽ വിശ്വോത്തരമായിട്ടുള്ള ഏറ്റവും ലളിതമായ പ്രക്രിയയാണ് മനസ്സിനെ സ്വസ്ഥമാക്കുക. കാമിങ് യുവർ മൈൻഡ് മേക്ക് യു സക്സസ് എന്നാ പറയുന്നത്. അല്ലെങ്കിൽ കാമിങ് ദ മൈൻഡ് ഈസ് എസെൻഷ്യൽ ഫോർ എ സക്സസ് എന്ന് പറയും. ഒരാൾക്ക് വിജയിയാവണോ, നേടണമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ അയാൾക്ക് ആദ്യം മനസ്സിനെ സ്വസ്ഥമാക്കണം. അതിന് വേണ്ടത് ഒന്നാമതായി നിങ്ങൾക്ക് നിങ്ങളെ അറിയുക. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും എത്ര പേർക്ക് സെൽഫ് ലവ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ ആൾക്കാർ പറയും, നമ്മൾ സ്ഥിരം ക്ലാസ്സിൽ ഇരിക്കുന്നവർ, സാറേ എനിക്കതുണ്ട് എന്ന് പറയും അല്ലെ. സെൽഫ് ലവ് ഉണ്ടാവുക എന്നതാണ്. മറ്റ് ചില ആൾക്കാർ ക്ലാസ്സിലൊന്നും വെക്കാൻ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവരൊരു എന്ത് ഈ സെൽഫ് ലവ്, അങ്ങനെ സംഭവം എന്താണ് എന്ന് ചോദിക്കും. എത്ര മണിക്കൂർ കണ്ണാടി പോയി നിൽക്കുന്നു, എത്ര മിനിറ്റ് കണ്ണാടി മുമ്പിൽ നിൽക്കുന്നു ചോദിച്ചാൽ ആൾക്കാർ പറയും കണ്ണാടി മുമ്പിൽ നിന്നിട്ട് കാലങ്ങളോ ആയി സാറേ, കണ്ണാടിയേ ഇല്ല വീട്ടിനകത്ത് അല്ലേ. ഇപ്പൊ എല്ലാവരും വീട്ടിലും കണ്ണാടി ഉണ്ടാവും. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ എല്ലാവരോടും പറഞ്ഞിരുന്നു കണ്ണാടി മേടിച്ചു വെക്കണം, വീട്ടിൽ വലിയ കണ്ണാടി മേടിച്ചു വെക്കണം എന്നിട്ട്. അതുപോലെ കണ്ണാടി മേടിച്ചു വെച്ചവർക്ക് അതിനെ മാറ്റും. സെൽഫ് ലവ് കണ്ണാടി തുടങ്ങുന്നതല്ല കേട്ടോ. സെൽഫ് ലവ് അവനവനിലേക്ക് നോക്കാനുള്ള കഴിവുണ്ടാവണം, അവനവനെ അറിയാനുള്ള കഴിവുണ്ടാവണം, അവനവനെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അതാണ് സെൽഫ് ലവ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ലവ് ഒന്നാമതാണ്. സെൽഫ് ലവ് ഉള്ളവന് മാത്രമേ മനസ്സിനെ സ്വസ്ഥമാക്കാൻ ഒന്നാമത് പറ്റുള്ളൂ. അത് ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു ടെക്നിക്കായിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷനിൽ അല്ല, ബേസിക് ലോ ഓഫ് അട്രാക്ഷനിൽ ടെക്നിക്കലായി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത്. രണ്ടാമത് ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗങ്ങളെ കടന്ന് അത് കഴിഞ്ഞ് അതിന്റെ അസൈൻമെന്റ്സും കൂടി സബ്മിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അത്രയും കണ്ട് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യിക്കാണത്. അതുകൊണ്ട് അവരൊക്കെ ഇവിടെ ഉണ്ടാതിരിക്കും. കാരണം ഇതിലൊന്നും കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ എന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നത്. അത്രയും കൃത്യമായി V88 എന്തിനാ ഇവിടെ ഇരിക്കണേ? 9 മണിയല്ലേ സാർ? എന്താണ് ഇപ്പൊ 9 മണിക്ക് ഞാൻ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റാണ്. ഇനി അടുത്ത പറയാൻ പോകുന്ന പോയിന്റാണ് ഇവിടെ എനിക്ക് ഒന്നുകൂടി മുൻകൂട്ടി പറഞ്ഞു തന്നത്. മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് രണ്ടാമത്തെ പോയിന്റാണ്
ലീവ് അറ്റ് പ്രസന്റ്, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ജീവിക്കുക. ഇപ്പോൾ എന്ത് നടന്നു അതിൽ ജീവിക്കുക, അതിനെ മനസ്സിലാക്കുക, അതിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന മനസ്സിനെ സ്വസ്ഥമാക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് ആണ്. അത് 1 മിനിറ്റ് 1 സെക്കൻഡ് മുമ്പേ വി 88 അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്നു. കാരണം ഇവിടെ ക്ലാസ് നടക്കുന്നു, ആളെ മുഴുവൻ ശ്രദ്ധയും മറ്റൊരു ക്ലാസ്സിലേക്കാണ്, അവിടത്തെ പറ്റിയിട്ടാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീവ് അറ്റ് പ്രസന്റ് ഇല്ല, മനസ്സിനെ സ്വസ്ഥമാക്കാൻ സാധിക്കില്ല. അവിടെ പോയതും ലഭിക്കില്ല, ഇവിടെ ഉള്ളതും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക. മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ പഠിക്കുക ആദ്യം. രണ്ടാമത്തെയാണ് മനസ്സിനെ ടു നോ യുവർ മൈൻഡിൽ, രണ്ടാമത്തെയാണ് ലീവ് അറ്റ് പ്രസന്റ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ഇവിടെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, മറ്റത് എവിടെയും പോയി കഴിഞ്ഞാൽ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല എന്നറിയാം. മൂന്നാമത്തെ കാര്യം പറഞ്ഞു പോകാം. നമ്മുടെ റിമൂവ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്ന സാധനം, നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റാത്തടത്തോളം കാലം നമ്മുടെ മനസ്സിൽ സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പുറത്തവന്റെ വീട്ടിൽ കറണ്ട് പോയാൽ സമാധാനം, കറണ്ട് പോയില്ലെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് അസൂയ എന്ന് പറയുന്നത്, അല്ലേ? അതുണ്ടായിക്കഴിഞ്ഞാൽ പാടാണ് എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റവർ അസഹിഷ്ണുത, മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് ചെയ്തു, നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അകത്തുനിന്ന് ഒരു ആളലുണ്ടല്ലോ, അല്ലെ? ഇതെങ്ങനെ സമാധാനം പറയുന്നില്ല. ഞാനെ പറ്റി ഉദാഹരണങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല, കാരണം ഞാനും അതൊക്കെ മറന്നുപോയി അതുകൊണ്ടാണ് ഉദാഹരണം പോലും പറയാൻ പറ്റാത്തത്. അസഹിഷ്ണുത, ഇതൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ് എന്ന് ഓർക്കുക. അത് മാറ്റിയേ പറ്റുള്ളൂ, അല്ലാത്തടത്തോളം സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കില്ല എന്നറിയുക. നാലാമത്തത് ടു നോ യുവർ സെൽഫ് എന്ന് പറയുന്നത് അവനവനെ മനസ്സിലാക്കുക. നേരത്തെ ചോദിച്ച ചോദ്യമാണ്. അവനവനെ മനസ്സിലാക്കുക, അവനവന്റെ കാര്യങ്ങൾ അറിയുക. എനിക്കെന്താണ് വേണ്ടത്, എനിക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ള വേർതിരിപ്പ് അറിയാലോ. ഒരു ഇതെടുത്തിട്ട് നമ്മുടെ സാധാരണ എന്താ പറയാ, ആ സാധനം എടുത്ത് അരിച്ചെടുക്കില്ലേ, ഇങ്ങനെ അരിച്ചെടുക്കാൻ പറ്റണം, അല്ലെ? ഇന്ന് പണ്ടൊക്കെ വീട്ടിലിങ്ങനെ അരിക്കുന്ന ആ സാധനം ഉണ്ടായിരുന്നല്ലേ, അരിയൊക്കെ എടുത്തിട്ട് എന്തായാലും പറയാ, ഒരു പേരുണ്ടല്ലോ സാധനത്തിന്, അതുപോലെ അരിച്ചെടുക്കാൻ പറ്റും. ഇതിൽ എനിക്ക് വേണ്ടത്, ഇതിനെ തള്ളണം, ഇതിനെ കൊള്ളണം, അങ്ങനെ തടുപ്പ്, ഞങ്ങളവിടെ തടുപ്പാന്ന് പറയും, തടുപ്പ്. അതുപോലത്തെ സാധനം നമ്മൾ എടുത്തു. അരിപ്പ്, അത് തന്നെ. അരിപ്പല്ല, അരിയൊക്കെ അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സാധനമല്ല, നമ്മളിങ്ങനെ തട്ടി 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 അതിന്റെ വേണ്ടാത്ത ഭാഗം ഒരു സൈഡിലേക്ക് ഇങ്ങനെ നിന്ന് പോകും. ഒരു വലിയൊരു സ്ക്വയർ ടൈപ്പുള്ള സാധനം ഉണ്ടായിരുന്നു, മുറം, അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ ഇതുപോലത്തെ ഒരു സാധനം നമ്മളേലും വേണം. ഇതിൽ ഏതൊക്കെ എനിക്ക് വേണം, ഏതൊക്കെ വേണ്ട, അതിനൊക്കെ മാറ്റി വെക്കുന്നത്. അരിപ്പാക്കി വളരെ ഫിൽട്ടർ ആയി പോകും, പിന്നെ വളരെ ലോലമായി പോകും. അപ്പോ അയഡച്ചി എന്നൊക്കെ പറഞ്ഞ സാധനം, ഓക്കെ, ഇത് നമ്മളിൽ ഉണ്ടായിരിക്കണം. ടു നോ യുവർ സെൽഫ് എന്ന് പറയുന്ന സാധനം അതാണ്. ഇത് വളരെ പ്രധാനമാണ്. അപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ പറഞ്ഞു. സെൽഫ് ലവ് ഉണ്ടായിരിക്കണം, ലീവ് അറ്റ് പ്രസന്റ്, ഇന്നിൽ ജീവിക്കാൻ പഠിക്കണം, റിമൂവ് ഇംപ്യൂരിറ്റീസ് നമുക്കുണ്ടാവണം. ഇത് നമുക്ക് വളരെ കൃത്യമാണ്. ടു നോ യുവർ സെൽഫ്, നമ്മളെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. പിന്നെ 5ാമത് ഉണ്ടായിരിക്കേണ്ട സംഭവത്തിന് പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നന്മ, നമുക്ക് ലഭിച്ചതിനൊക്കെ നന്ദി പറയാൻ പറ്റണം. എത്ര പേർക്ക് ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുന്നുണ്ട് ഇവിടെ? ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള തോന്നുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾക്ക് നൽകാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് സ്വയം അറിയാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരെല്ലാം, യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഗ്രാറ്റിറ്റ്യൂഡ് നൽകാൻ പറ്റിയ ഒരു പോയിന്റ് പറഞ്ഞു തരാണ്, മറന്നു പോകണ്ട. ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും കൊടുക്കട്ടെ. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു കമന്റ് താഴെ ഇപ്പൊ തന്നെ എഴുതിക്കോളൂ. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇത് എളുപ്പമാണ്. ഇത് വലിയ പരിപാടിയൊന്നും ഇല്ല, അല്ലേ? ഇപ്പൊ കണ്ട ആൾക്കാർ പറയുന്നത് താങ്ക് യു സാർ, താങ്ക് യു സാർ, ഇതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് എന്നോട് മാത്രമല്ല, നിങ്ങൾ താങ്ക് യു എന്ന് പറയുമ്പോൾ ആരോടാണ് നിങ്ങൾ പറയുന്നത്? ശ്രദ്ധിച്ചോ? താങ്ക് യു എന്ന് പറയുമ്പോൾ ആരോടാണ് നിങ്ങൾ പറയുന്നത്? ആദ്യം പറഞ്ഞ പോയിന്റ് എടുക്കുക, സെൽഫ് ലവ്. താങ്ക് യു പറയുമ്പോൾ നിങ്ങൾ പറയുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആരാണ് ആദ്യം കേൾക്കുന്നത്? അവനവൻ തന്നെയാണ്. അപ്പോൾ ആരോടാണ് നന്ദി പറയുന്നത്? അവനവനോട് തന്നെയാണ്. ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആരോടാ പറയുന്നത്? ഫസ്റ്റ് കേൾക്കുന്നവൻ ഞാൻ തന്നെയാണ്. തത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എന്നോട് പ്രാർത്ഥിക്കുന്ന അവനവനോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ അത് ഗ്രാറ്റിറ്റ്യൂഡ് നൽകുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അവനവൻ ആദ്യം സന്തോഷം ഇങ്ങനെ കയറി വരും, അടിത്തട്ടുന്ന ഒരു വരവ് വരും. ഇതുണ്ടായാൽ മാത്രമേ മനസ്സ് സമാധാനമാവുള്ളൂ, സ്വസ്ഥമാവുകയുള്ളൂ എന്നറിയുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഇത് ഞാൻ പറഞ്ഞതിൽ ഒരു എഫേർട്ടും ഇല്ല ചെയ്യാനായിട്ട്. ഒരു 10 പൈസയുടെയോ 10 മിനിറ്റിന്റെയോ ആവശ്യമില്ല ചെയ്യാനായിട്ട്. എപ്പോഴും ചെയ്യാവുന്നതാണ്, സദാ ചെയ്യാവുന്നതാണ്. ആരും പറഞ്ഞു ഒരു അരമണിക്കൂർ ഇരിക്കൂ, ഇതൊക്കെ ചെയ്യും, ഇങ്ങനെയൊന്നും വേണ്ട. എപ്പോഴും ചെയ്യാം. ഈവൻ കുളിക്കാൻ പോകുമ്പോൾ ചെയ്യാം, ഷവർ തലയിൽ വെള്ളം വീഴുമ്പോൾ ചെയ്യാം,
അല്ലെ? കറി ഇങ്ങനെ ഇളക്കുമ്പോൾ ചെയ്യാം, പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ ചെയ്യാം, ഇതൊക്കെ ചെയ്യാവുന്ന സമയമല്ലേ? ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാം ചെയ്യാമല്ലോ. സെൽഫ് ലവ് ചെയ്യാം. ഒരു ഉദാഹരണം, പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്കറിയാം, ആർക്കും ശ്രദ്ധിച്ചു പച്ചക്കറി നമ്മൾ വീട്ടിലേക്ക് അല്ലെ അരിഞ്ഞെടുക്കൂലേ? അതെല്ലാം മെയിൻ പരിപാടികൾ. അല്ലെങ്കിൽ പിന്നെ അടുത്ത പരിപാടിയാണ് ഇത്. ഇതിലും സെൽഫ് ലവ് ചെയ്യുക കേട്ടോ. അറിയോ എങ്ങനെയാന്നുള്ളത്? ഞാൻ കാണിച്ചു തരണം. ഇത് കണ്ടുകൊണ്ടിരിക്കും, ഇടക്ക് പോയി ഇതിപ്പോ ഞാൻ ഇവിടെ കാണിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ ആരെ കാണും? ആരെ കാണും? നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടല്ലോ അല്ലേ? സെൽഫ് ലവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഉപകരണമാണിത്. ഒന്നും ചെയ്യണ്ട. നിങ്ങളെ ആൾക്കാർ മൊബൈൽ, എല്ലാവരും മൊബൈൽ അഡിക്ഷൻ അല്ലേ? എന്നാൽ ആ അഡിക്ഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാമറ എന്ന് പറയുന്ന ബട്ടൺ ഇട്ട് ഇത് എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട്, ആഹാ കൊള്ളാലോടാ നീ ആള് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ദിവസവും രാവിലെ പറഞ്ഞു നോക്കിയേ. മാറുന്ന കാണും, മുഖമൊക്കെ മാറും. പിന്നെ തുടുക്കാൻ തുടങ്ങും ചെറിയായിട്ട്. ഇങ്ങനെ കറുത്ത മുഖമൊക്കെ പതുക്കെ പതുക്കെ തുടുക്കാൻ തുടങ്ങും. ചുവപ്പിലൂടെയൊക്കെ രക്തഓട്ടം വരും ഇതിനകത്ത്. ഇതിപ്പോ നമ്മൾ ആരോ ചെയ്തതിനെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തൊന്ന് ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് പാട്ടൊക്കെ പാടി നോക്കിയാൽ മതി. സൂപ്പറാണ്. വളരെ ലളിതമാണ് ഈ സാധനം. വലിയ കോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ആകെ കോസ്റ്റ് ഉള്ളത് 1000 2000 വന്നിട്ട് ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വരും. അത് മാത്രമേ കോസ്റ്റ് ഉള്ളൂ. ഫ്രീ ആണ്. ഇത്രയേ ഉള്ളൂ. അതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി. ഇല്ലാണ്ടൊന്നും പോകണ്ട. അതുകൊണ്ട് ക്ലാസ്സിൽ ചേരാൻ മറക്കണ്ട കേട്ടോ. ചേർന്നോളൂ. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ സെൽഫ് ലവ് ആയി പോകും. ഞാനിവിടെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യം പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തുന്ന കാര്യത്തെ പറ്റിയിട്ടാണ്. ഇത് വിശദമായി ഓരോ രീതിയിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും ഈ സാധനം. ഇതൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്തിനാണ് ഞാൻ ഇത് ഇത്രയും വിശദമായി നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ, കുറെ ആൾക്കാർ മെസ്സേജ് അയക്കും, സാറേ എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, അങ്ങനെ പോയി, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. അവരുടെ ഒക്കെ എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇത് പ്ലാൻ ചെയ്താൽ മാത്രം മതി. അതിന് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. ജേർണി ടു ഹാപ്പിനെസ് കുറച്ച് വലിയ കോഴ്സാണ്. അതെടുത്ത് കൂടുതൽ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുക്കാൻ പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിലൂടെ 10 ദിവസത്തെ ക്ലാസ് 10 ദിവസത്തെ ക്ലാസ് പങ്കെടുത്തവർ പറയുന്ന കേട്ടല്ലോ നിങ്ങളിപ്പോ. ഇന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ 10 ദിവസം വാട്സപ്പിലൂടെ കേൾക്കാം. എല്ലാവർക്കും ടെക്നോളജി ഒന്നും അത്ര ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ആപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ 10 ദിവസം ക്ലാസ് ഫോം ചെയ്തത്. ചെറിയ പൈസയുള്ളൂ. എത്ര? ഇപ്പോൾ 1111 രൂപയെ അതിന് വാങ്ങിക്കുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ രീതിയിൽ. കാരണം അത് നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കണം. പക്ഷെ ഒരു റിക്വസ്റ്റ് വീണ്ടും പറയണു, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതൊന്നും അല്ല കാര്യം, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ്. നിങ്ങൾ 100 ചോദ്യം അതിന് ചോദിച്ചോളൂ. 100 ചോദ്യം ചോദിച്ചോളൂ. നിങ്ങൾ ഒരാൾ വന്നിട്ട് 100 ചോദ്യം ചോദിച്ചോളൂ. 100 ഞാൻ മറുപടി പറഞ്ഞു. എനിക്കറിയില്ലേ, ഞാൻ പോയി പഠിച്ചിട്ട് വന്ന് പറഞ്ഞോളൂ. അങ്ങനത്തെ ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുത്ത് പഠിച്ച് മനസ്സിലാക്കുക. കഴിയുന്നത് ഇവിടെ തന്നെ ക്ലാസ് കുറേ കേൾക്കാം, ഇല്ലെങ്കിൽ ചെറുതാക്കി മറ്റ് ക്ലാസ്സിൽ പോകാം. ജേർണി ടു ഹാപ്പിനെസ് എടുക്കാൻ പറ്റുന്നത് അത് തന്നെ എടുക്കണം എന്ന് റിക്വസ്റ്റ്. നിങ്ങൾക്ക് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ലൈഫിൽ നിങ്ങൾക്ക് വരുന്നത്. നമ്മുടെ ജീവിതം മാറുന്ന കാണാം, പൂർണ്ണമായിട്ട് മാറുന്ന ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് കയറിയവരൊക്കെ ആരും ഒന്നും പറയാനില്ല അവർക്ക്. കാരണം അവർക്ക് അത്രയും മാറിക്കഴിഞ്ഞു, അടുത്ത തലത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നവർ. 10 days മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ക്ലാസ് ഉണ്ട്, അതെടുക്കുക. ഇപ്പോൾ ഇതിപ്പോ നമുക്കറിയാം മെമ്പർഷിപ്പ്, നമ്മുടെ മെമ്പർഷിപ്പാണ് ഇപ്പോൾ എല്ലാ പരിപാടിയും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നതൊക്കെ മെമ്പർഷിപ്പ് ഇല്ലാത്തവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ എടുത്തവർക്ക് മാത്രമേ വൈകിട്ടത്തെ സൂം സെഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞാണല്ലോ 1-ാം തീയതി ശേഷം. പക്ഷെ എന്നിട്ട് ഞാൻ 2-3 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇന്ന് നല്ല ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ ചിലപ്പോൾ അടുത്ത യൂട്യൂബൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്തിട്ടായിരിക്കും വരിക. മെയിൻ പ്രൊഫഷൻ അല്ലെ, അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടുപേരോടും നീതി പുലർത്തണമല്ലോ, പേയ്മെന്റ് തരുന്നവരോട് നീതി പുലർത്തണമല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാണ്ട് ക്ലാസ്സുകൾ ഇന്നും ഉണ്ടാവും. നിങ്ങൾ ജേർണി ടു ഹാപ്പിനെസ് വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ നിങ്ങൾ അഡ്മിനെ വിളിച്ചോളുക. നമ്മുടെ ഏറ്റവും കോർ ആയിട്ടുള്ള ഞാൻ എന്താണ് ചെയ്യുന്ന ജേർണി ടു ഹാപ്പിനെസ്സിൽ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീനൊന്നും ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല, ശീലമില്ല. പക്ഷെ ചില ശീലങ്ങളൊക്കെ 2025 മാറ്റണമെന്നല്ലേ പറഞ്ഞല്ലേ. ഇതാണ് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്, നമ്മുടെ ഏറ്റവും കോറായിട്ടുള്ള കാണാമല്ലോ നിങ്ങൾക്കല്ലേ. 10 മിറാക്കിൾ. ഇപ്പോൾ ജേർണി ടു ഹാപ്പിനെസിന്റെ ഫുൾ കോഴ്സ് എടുക്കുന്നവർക്ക് 10 മിറാക്കിൾസ് ഡേയ്സ് എന്ന് പറഞ്ഞ കോഴ്സും 10 ടെക്നിക്സ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നിച്ച് ഈ മാസം മുതൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം പ്രൈസാണ്. 3 കോഴ്സ്, ഒരൊറ്റ കോഴ്സിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. 3 കോഴ്സുകൾ ഒന്നിച്ച് ഒരു എമൗണ്ട് മുമ്പത്തെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 5999 അതേ എമൗണ്ടിൽ 3 ക്ലാസ്സുകൾ ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് തരാം. കാരണം ഇത് 3 ആവശ്യമാണ്.
10 മിറാക്കിൾ ഡേയ്സും നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞു 1111 രൂപ ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ് 10 ടെക്നിക്സ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. കാരണം ജേർണി ടു ഹാപ്പിനെസ് പഠിച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും ആവശ്യമാണ്, ടെക്നിക്ക് എല്ലാവർക്കും ആവശ്യം. മുമ്പേ ചേർന്നവരൊന്നും എന്നെ തല്ലിയേക്കരുത്, സാറേ തോന്നിയ ദിവസം കാണിക്കുന്നത് കേട്ടോ. അത് ഒരു സമയത്ത് ആൾക്കാരുണ്ട് കൊടുക്കുന്നത്. മുമ്പൊക്കെ എല്ലാവരും ഫുൾ പേയ്മെന്റ് തന്നു. ഇപ്പൊ തിരിച്ചു തരുന്നൊക്കെ പറഞ്ഞ് നാളെ മെസ്സേജ് അയച്ചേക്കരുത്, ഒന്നുമില്ല. ഇത് 2025 അതുകൊണ്ട് മുമ്പേ ഫുൾ പേയ്മെന്റ് തന്നത്. ഇവിടെ മുമ്പേ ആൾക്കാർ 5999 പിന്നെ 1111 പിന്നെ 1111 തന്നിട്ട് കയറിയവരാണ്. 8221 ടോട്ടൽ തന്നിട്ടുള്ളവർക്കാണ് ഇപ്പൊ ഞാൻ 5999 ഈ കോഴ്സ് കൊടുക്കുന്നത്. കാരണം ഇതെന്ന് വെച്ചാൽ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഈ 3 കോഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നൊന്നായിട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ കോഴ്സിന് 5999, രണ്ടാമത്തേന് 1111, മൂന്നാമത്തേന് 1111 ആണുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ന്യൂ ഇയറിന് തരാൻ വേണ്ടി വെച്ചതാണ്. ഈ 2025 തരാൻ വെച്ചാണ്. ഒരു വർഷം നമ്മുടെ ഈ കോഴ്സ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഒരു വർഷം നമ്മുടെ സൂം സെഷനിൽ എന്നും പങ്കെടുക്കാം. ഒരു മെമ്പർഷിപ്പും ഇല്ല, 1 ഇയർ മെമ്പർഷിപ്പ്. മറ്റു ഒരു കോഴ്സിനും ഇങ്ങനെയില്ല. ഈ ഒരു കോഴ്സ് എടുക്കുന്നവർ, കാരണം ഇത് അത്രയും നിർബന്ധമായതുകൊണ്ടാണ്. മനസ്സിനെ പാകപ്പെടുത്തി മനസ്സിനെ സ്വസ്ഥതപ്പെടുത്താത്തത്തോളം കാലം ഒന്നും നേടാൻ പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ട് ഈ കോഴ്സ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് കോഴ്സാണ്. ഇതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നേടാം. ബാക്കിയൊക്കെ ഞാൻ കോഴ്സിനെ പറ്റി ഒന്നും അധികം പറയുന്നില്ല. നമുക്ക് ഇത്രയും ക്ലാസ്സുകളാണ് ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നിനും ബിസിനസ് ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയാം. ജേർണി ടു ഹാപ്പിനെസ് ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് 10,000 ആണ്, മാറ്റിയിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസിന്റെ പ്രൈസ് 5,000 ആണ്. അത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇതൊക്കെ യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വിഷയമല്ലേ. അപ്പൊ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ, ഗ്രൂപ്പിലുണ്ടല്ലോ നിങ്ങളല്ല. അല്ല, ഇത്രയും ക്ലാസ്സുകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ലോ ഓഫ് അട്രാക്ഷനിൽ 2 ലോ ഓഫ് അട്രാക്ഷൻ വേറെ ഉണ്ട്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ 2025 നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കൽ ചെയ്തിട്ട് ഒരു ബെനിഫിറ്റും കിട്ടിയില്ല എന്ന് പറയുന്നവർ കയറി വന്നോളൂ. 5,000 റുപ്പീസേ ഉള്ളൂ. കയറി വന്നോളൂ. അതിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടിയിരിക്കും. ഒരു ഡൗട്ടും ഇല്ല. അവനവനെ തന്നെ ഹിപ്നോസിസ് ചെയ്തുകൊണ്ട്, അവനവനെ തന്നെ ഹിപ്നോസിസ് വിധേയനാക്കിക്കൊണ്ട് അവനവൻ ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന പ്രക്രിയയാണ് ഹിപ്നോസിസ്. കുറച്ച് നല്ല ഒരു എന്താ പറയാ, വളരെ ഡീപ്പായിട്ട് പോയിക്കൊണ്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത് ഉണ്ടാക്കിയ ക്ലാസ്. ഭയങ്കര ഡീപ്പായിട്ട് പോകുന്നതാണ്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ, ആർക്കെങ്കിലും ഈ ചില സാധനങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന ആൾക്കാർ ഒരു രക്ഷയില്ല. ഹീൽ ചെയ്ത് എടുത്തേ പറ്റുള്ളൂ എങ്കിൽ അവർക്ക് വേറെ തന്നെ കോഴ്സാണുള്ളത്. നേരിട്ട് എന്നെ സമീപിക്കുക. ഞാനൊക്കെ പിന്നെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. വിഷൻ ബോർഡ് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ 5,000 രൂപയുടെ കോഴ്സുകളാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ചെറിയ പൈസക്കാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സീക്രട്ട് ഓഫ് ലൈഫ്, മിറാക്കിൾ ഡേയ്സ് എന്ന് പറയുന്നത്, മിറാക്കിൾ ടെക്നിക്സ്, 10 മിറാക്കിൾ ടെക്നിക്സ്, 10 സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. നെക്സ്റ്റ് വീക്ക് നമുക്ക് പുതിയൊരു കോഴ്സ് തുടങ്ങും, 10 സീക്രട്ട് ഓഫ് സക്സസ്. പിന്നെ ടെക്നിക്സ് ഓഫ് സക്സസ് ലൈഫ്, 2020 മെഡിറ്റേഷൻ. അതുപോലെ തന്നെ 7 എലിമെന്റ്സ് ഓഫ് മെഡിറ്റേഷൻ. നെക്സ്റ്റ് വീക്ക് നമ്മൾ തുടങ്ങുകയാണ് വീണ്ടും 7 എലിമെന്റ്സ് ഓഫ് മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ. 7 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് ചക്ര മെഡിറ്റേഷൻ നെക്സ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും തുടങ്ങും. പിന്നെ ഡെയിലി മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ബിസിനസ് ക്ലാസ് 3 എണ്ണം ഉണ്ട്. ബിസിനസ് ബ്ലൂ പ്രിന്റ്, റോക്കറ്റ് യുവർ സെയിൽസ്, എന്റർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന മറ്റു കോഴ്സുകളും ഈ ക്ലാസ് എല്ലാം റെഡിയാണ്. ആകെ ചെയ്യാനുള്ളത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് എനിക്ക് കുറച്ചു നേരം പണി തരിക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ബാക്കി ക്ലാസ്സിനെ പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഇപ്പോഴും പറഞ്ഞു വെക്കുക, നിങ്ങൾ എല്ലാ ക്ലാസ്സിലും പോയി ചാടിക്കയറൊന്നും വേണ്ട. നിങ്ങൾ ആവശ്യമുള്ളത് എന്താണോ, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും പറയുന്നു, ആവശ്യം എന്താണോ അതിന് ഉചിതമായി തിരഞ്ഞെടുക്കുക. അല്ലാതെ ക്ലാസ് ഇത്രയുണ്ട് സാറിന്റെ എല്ലാ ക്ലാസ്സിലും കയറിയാൽ അങ്ങനെയൊന്നും വേണ്ട. കാരണം അത് എടുക്കില്ല. നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അത് മാത്രം സെലക്ട് ചെയ്യുക. ബിസിനസ് ആണ് നിങ്ങളുടെ പർപ്പസ്, നിങ്ങൾ ബിസിനസ്സിൽ ഇരുന്നാൽ മതി. ബാക്കിയെല്ലാം ഞാൻ അവിടെ പഠിപ്പിച്ചുതരാം. ഇതൊക്കെ ഞാൻ അവിടെ പഠിപ്പിച്ചുതരാം. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചോദിച്ചോളൂ വേണ്ടത്. അല്ലാതെ എല്ലാവർക്കും പോയി കഴിഞ്ഞിട്ട് ഭാവം ഞങ്ങളോ, നിങ്ങൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഭാവന നിങ്ങൾക്ക് വേണ്ടത് പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കുക. എല്ലായിടത്തും കയറി ഞാൻ പോവും ഇങ്ങനെ, എനിക്ക് കുറെ പോകാനില്ല. നിങ്ങൾക്ക് അത്രയും നിങ്ങൾ പിറകെ മല്ല വന്നാൽ മതി. ഞാൻ മുമ്പേ പോട്ടെ, എന്റെ കൂടെ ഓടിയെത്താൻ നിൽക്കണം. അപ്പൊ പതുക്കെ വേണ്ടത് സെലക്ട് ചെയ്ത് പോവുക. ഇത് വേറൊരു സംഭവം പറയാം, വളരെ ലിമിറ്റഡ് ആണ്. എന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ, ബിസിനസ് മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് ഈ മെന്റർഷിപ്പ് ക്ലാസ്സുകളെല്ലാം, ഇതിലുള്ള മിക്ക ക്ലാസ്സുകളും അവർക്ക് ഉണ്ടാവും. കാരണം അവർക്ക് കുറച്ച് പണിയുണ്ട്. കാരണം പ്രോഗ്രാം ചെയ്തെടുക്കണ്ടേ. പിന്നെ പേഴ്സണൽ മെന്റർഷിപ്പ് എടുക്കുന്നവർ ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാവരും ഉണ്ടാവും. എത്ര ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ അത്രയും ക്ലാസ്സുകൾ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. കാരണം അവർ അത്രയും ആവശ്യമാണ്. പക്ഷെ അതിൽ ഞാൻ പറയും വേണ്ട, ഇത് വേണ്ട എന്നുള്ളത്.
ഒറ്റ പ്രാവശ്യം പങ്കെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. 2025 ഇതുപോലെ നമുക്ക് ഉയർന്നു പോകാം. അപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ വന്ന് 250 ആളോട് ഓർമ്മിക്കുന്നു, നാളെ നിങ്ങളും പോയി വീണ്ടും യൂട്യൂബ് വീഡിയോ കാണണം കേട്ടോ. കാരണം അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. യൂട്യൂബ് പൊങ്ങി വരണം, അപ്പോഴേ ആൾക്കാരിൽ എത്തുള്ളൂ അല്ലെ. നമുക്ക് പലർക്കും അയച്ചു കൊടുക്കണം, കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യാനാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഉയർത്താൻ പറ്റുമെന്നുള്ള അറിയുക. അപ്പൊ മനസ്സിനെ സ്വസ്ഥപ്പെടുത്താൻ എല്ലാം റെഡിയല്ലേ? കൂടുതൽ അറിയണമെങ്കിൽ സ്വസ്ഥത വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. മറ്റേ ഞാനിപ്പോ ലൈവായിട്ട് സ്വസ്ഥതപ്പെടുത്തണ്ടല്ലോ, നിങ്ങൾ ഇത്രയും കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ മതിയല്ലോ. റെഡി? ഇന്ന് മതിയല്ലോ ഇത്തരം കാര്യങ്ങൾ. നമുക്ക് പോണ്ടേ മറ്റേ ക്ലാസ്സിലേക്ക്. പൈസ വന്നാലല്ല, പൈസ വരും, അപ്പൊ വന്നാ മതി. തിരക്കൂട്ട പൈസ വന്നാൽ ഞാൻ വരും സാറേ, വേണ്ട, പൈസ വരും, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. രണ്ടും ഒന്ന് തന്നെയല്ലേ? പക്ഷെ ഞാൻ പറയുമ്പോ അങ്ങനെ പറയും, നിങ്ങൾ പറയുമ്പോ ഇങ്ങനെ പറയും, കുഴപ്പമില്ല, മതി. അതിന് സമയത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ടെക്നിക്കുകൾ, പൈസ വരുന്ന ടെക്നിക്കുകൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ കയറി വന്നിട്ട് മാത്രമല്ല, ക്ലാസ്സിൽ കയറി വന്നാൽ എനിക്ക് സന്തോഷം, ക്ലാസ്സിൽ കയറി വന്നാൽ നിങ്ങൾക്ക് സന്തോഷം, ക്ലാസ്സിൽ കയറാതിരുന്നാൽ നിങ്ങൾക്ക് സന്തോഷമില്ലായിരിക്കും. എനിക്ക് സന്തോഷത്തിന് ഒരു കുറവുമില്ല. ഞാൻ എപ്പോഴും ഇതുപോലെ ഉണ്ടാവും. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ക്ലാസ്സിൽ കയറാതിരിക്കുക ചെയ്യാം കേട്ടോ. ഡോണ്ട് വറി. എല്ലാവർക്കും നല്ലൊരു ശുഭ രാത്രി നേരുന്നു. വേഗം ഗോൾ സെറ്റിംഗ് വിഷൻ ബോർഡിലേക്ക് കയറി വന്നു. ബാച്ച് 2 നമ്മൾ ഇപ്പൊ തുടങ്ങും അവിടെ. അത് ഇന്ന് അവിടെ വിഷൻ സെറ്റ് ചെയ്യാറുണ്ടാണ്. എല്ലാ ദിവസവും യൂട്യൂബിലുണ്ടല്ലോ ഫ്രീ മെഡിറ്റേഷൻ. ഫ്രീ മെഡിറ്റേഷൻ യൂട്യൂബിലുണ്ട്, ഒരു കുഴപ്പമില്ല. ഫ്രീ മെഡിറ്റേഷൻ വേണമെന്നുള്ള യൂട്യൂബിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. മറ്റേത് നമ്മൾ ഓൾറെഡി അങ്ങനെ സെറ്റ് ചെയ്തതല്ലേ. ഒരു ദിവസം ഫ്രീ മെഡിറ്റേഷൻ തരുമോ എന്ന് ചോദിക്കണ്ട. ഇവിടെ ഇഷ്ടംപോലെ പ്രാവശ്യം ക്ലാസ്സിൽ ഫ്രീ മെഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. എത്രയോ തവണ ഞങ്ങൾ ഈ ഫ്രീ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. നിങ്ങൾ ഇവിടെ നിൽക്കൂ, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്നാലും ഭയങ്കര അപാര കഴിവാട്ടെ. ഞാൻ ഇപ്പൊ വിചാരിച്ചാണ് മനസ്സിനെ സ്വസ്ഥമാക്കാൻ ഒരു മെഡിറ്റേഷൻ കൊടുത്താലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോഴാ ചോദിച്ചത്. പക്ഷെ ഇപ്പൊ സമയമില്ല കേട്ടോ, ഇന്ന് തരാൻ സമയമില്ല, മറ്റേ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് വേണം ചോദിക്കട്ടെ. 1 മിനിറ്റ് കൊണ്ട് സമയമുണ്ടേ. സാർ 5999 രൂപയില് ചക്ര മെഡിറ്റേഷൻ ഉണ്ടാവോ? 5999 രൂപയില് ചക്ര മെഡിറ്റേഷൻ ഉണ്ടാവോ? ഇല്ല. 3 കാര്യങ്ങളാണ് അതിലുള്ളത്. 3 കാര്യങ്ങളാണ് ഉള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മെഡിറ്റേഷൻ. അതിനകത്ത് കൊടുത്തിട്ടില്ല. ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സാണ്. അതിന്റെ കൂടെ ലോ ഓഫ് അട്രാക്ഷനും 10 മിറാക്കിൾ ഡേയ്സുമാണ്. ചക്ര മെഡിറ്റേഷൻ എന്താ ചെയ്യണ്ടേ? ചക്ര മെഡിറ്റേഷൻ ഉണ്ട്. ചക്ര മെഡിറ്റേഷൻ വേറെ തന്നെയാണ്. അത് വേറെ എത്ര? അതിന്റെ ഫീ എത്രയാ? ചക്ര മെഡിറ്റേഷൻ ഇപ്പോഴത്തെ ഫീസ് എത്രയാ? അഡ്മിൻ പുതിയ ഫീസ് എത്ര? ചക്ര മെഡിറ്റേഷൻ പുതിയ 3333. എത്ര? 3333. ആ, ചക്ര മെഡിറ്റേഷനോ? അല്ല, ഒരു മിനിറ്റ്. പുതിയ 2023 പ്രൈസ് ഒന്ന് നോക്കട്ടെ. 7 എലിമെന്റ്സ് ഓഫ് മെഡിറ്റേഷൻ 1212. 1212. എത്ര ദിവസം ഉണ്ടാവാ? 7 days. 7 ചക്രം 7 ദിവസം. അത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ്. 7 ചക്രങ്ങളും 7 ദിവസം 7 ഡിഫറെന്റ് മെഡിറ്റേഷൻ ആണ്. 7 ഡിഫറെന്റ് മെഡിറ്റേഷൻ ആണ്. ഞാൻ അടുത്ത മാർച്ച് മുതല് ഈ ചക്ര മെഡിറ്റേഷന്റെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പ് സമയം റെഡി ആണെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. ആണെങ്കിൽ നൈറ്റ് എല്ലാ ദിവസവും ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ബാച്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. ഒരു ദിവസം സ്റ്റോപ്പിലാണ്, എല്ലാ ദിവസവും തുടങ്ങുന്നത്. സാറേ, ഈ ചക്ര മെഡിറ്റേഷൻ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് ഇടയ്ക്ക് പരസ്യം വരുന്നുണ്ട്. ചക്ര മെഡിറ്റേഷൻ കാണാൻ ഒരു വഴിയില്ലല്ലോ സജീവേ, എങ്ങനെ കാണും? ഞാൻ ഉണ്ടായിരുന്നല്ല, ഞാൻ ആദ്യത്തെ ഉണ്ടായിരുന്നല്ല. കാണുന്നത് എന്റെ വിഷയമല്ല. യൂട്യൂബിലേക്ക് നിങ്ങൾ ആപ്പിൽ കയറില്ല. പിന്നെ എനിക്ക് ആകെ തരാൻ പറ്റുന്ന 3 വഴികളെ ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ട്, ഒന്ന് വാട്സപ്പിലൂടെ തരിക, ഒന്ന് ആപ്പിലൂടെ തരിക, ഒന്ന് യൂട്യൂബിലൂടെ തരിക. നിങ്ങൾ ചൂസ് ചെയ്ത് യൂട്യൂബാണ്. യൂട്യൂബ് പരസ്യം വന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ മറ്റേ വഴി ഉപയോഗിക്കാം. ആപ്പിൽ കിട്ടാത്ത ഇപ്പൊ ഇത്രയും ആൾക്കാർ 10,000 ആൾക്കാർ ആപ്പിലൂടെ നമ്മുടെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള പരിപാടി ഇരിക്കുക. അപ്പൊ ഇവിടെ ക്ലാസ്സിൽ കയറി വന്ന് ഞാൻ എന്ത് ചെയ്യാനാ? അത് നിങ്ങൾ ഉയരേണ്ടതാണ്. നിങ്ങൾ കണ്ടുപിടിക്കുക, മനസ്സിലാക്കേണ്ടത്. ഞാൻ മാക്സിമം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ശരി. ഇനി എന്താ സുഷമ പറഞ്ഞോളൂ.
ചക്ര മെഡിറ്റേഷൻ 1001 അല്ല. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ അഡ്മിൻസെ. 1212 രൂപയാണ് ചക്ര മെഡിറ്റേഷൻ. 1001 വിസ ഇല്ലല്ലോ നമുക്ക്. അഡ്മിന്മാരെ കൺഫ്യൂഷൻ ആക്കല്ലേ. എല്ലാം ചാർട്ട് റെഡിയാക്കിയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ശരിക്കും നോക്കി പഠിക്കണേ. ഓക്കെ സാർ, എന്റെ മകള് ഇന്നലെ സാറിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവള് ബാംഗ്ലൂര് ബിടെക്കിന് പഠിക്കുക AI. അപ്പൊ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനിയോ 2-3 ക്ലാസ്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. ആർക്ക്? കുട്ടികൾക്കോ? അല്ല സാർ, ഇന്നലെ അവളെ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലാ പഠിക്കുന്നത്. അപ്പൊ അവൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറെ ചെറിയ മക്കളാ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. അല്ല, അത് നാളെ ഇന്നലത്തെ ക്ലാസ്സിന് അതെന്താന്ന് വെച്ചാൽ ഞാന് ആൾക്കാർക്ക് ഇത് ഫോം കൊടുക്കുമ്പോ തന്നെ പറഞ്ഞു 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാത്രമേ ജോയിൻ ചെയ്യാവുന്ന. പക്ഷെ ഇന്നലെ വന്നത് എല്ലാം അതിന് താഴെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. ഈ ബാച്ചിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളും 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ 2 ക്ലാസ് ആക്കി മാറ്റാൻ പോകണം. അല്ലെങ്കിൽ അവിടെ കുട്ടികൾ ആകെ ബോറടിച്ചു. ഈ ചെറിയ കുട്ടികളുടെ വലിയ കുട്ടികൾ. അവള് 20 വയസ്സാ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ കുഞ്ഞു മക്കളാ കൂടുതലുള്ളതെന്ന് പറഞ്ഞു. അല്ല, അത് കുഞ്ഞുമക്കൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, കുഞ്ഞുമക്കൾ വരുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടോ. അവര് ഭയങ്കരമായിട്ട് സംസാരിക്കും. അവർ ഭയങ്കരമായിട്ട് അതുകൊണ്ട് അവരാണ് ഇന്നലെ അവിടെ ഡൊമിനേറ്റ് ചെയ്തത്. അത്രേ ഉള്ളൂ. അവർക്ക് വേറെ ക്ലാസ് ആയിരിക്കും. ഇനി സ്പ്ലിറ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് എത്തുമ്പോ നമുക്കത് ഡിവൈഡ് ചെയ്യാം. ഇന്നലെ കുട്ടികളെ അല്ലേ പ്രീ മെഡിറ്റേഷൻ എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് വരുമ്പോ അതിന്റെ കൂടെ വരികയാണ് അമ്മിണിയമ്മ. മുമ്പേ നമ്മൾ തീരുമാനിക്കുന്നല്ല കേട്ടോ. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. താങ്ക് യു ഓൾ. ഹാപ്പി ന്യൂ ഇയർ. നീ എവിടെയായിരുന്നല്ലോ ദേവചിത്ര? കുറെ ആയാലും കണ്ടിട്ട്. നീ സെലിബ്രേറ്റ് ചെയ്യാൻ പോയാ?